പാണ്ഡവരുടെ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞു. എന്താണിനി വേണ്ടത്? തങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കിട്ടണം. അത് മര്യാദയ്ക്ക് ചോദിച്ചാൽ ദുര്യോധനൻ നൽകുകയില്ലെന്ന് വ്യക്തം. ഒടുവിൽ ഒരു വഴി മാത്രമാണുള്ളത്: യുദ്ധം. ഒരു മഹായുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഹസ്തിനപുരിയിൽ. കുരുക്ഷേത്രം എന്ന സ്ഥലത്ത് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും സൈന്യങ്ങൾ അഭിമുഖമായി നിലയുറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ വ്യാസഭഗവാൻ ധൃതരാഷ്ട്രരുടെ അടുത്തെത്തി. അദ്ദേഹം പറഞ്ഞു: രാജാവേ, കാലം പിഴച്ച നിന്റെ മക്കളും മറ്റു രാജാക്കന്മാരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നു. കാലപ്പിഴയിൽ മുടിയുന്ന അവരെപ്പറ്റി ആലോചിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല. ഏതായാലും യുദ്ധത്തിൽ അവരെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കാഴ്ച നൽകാം. അപ്പോൾ ധൃതരാഷ്ട്രർ അപേക്ഷിച്ചു: മുനിശ്രേഷ്ഠ, ഉറ്റവരും ബന്ധുക്കളും തമ്മിൽ തല്ലി മരിക്കുന്നത് കാണാൻ എനിക്ക് യാതൊരാഗ്രഹവുമില്ല. യുദ്ധവിവരങ്ങൾ കേട്ടാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ദിവ്യചക്ഷുസ്സുള്ള ഈ സഞ്ജയൻ യുദ്ധവിവരങ്ങളെല്ലാം പറഞ്ഞു തരും. അവൻ യുദ്ധത്തിൽ നടക്കുന്ന ഒന്നും കാണാതെ വരില്ല. പോർക്കളത്തിൻ്റെ ഏത് രംഗത്തും നടക്കുന്നതെല്ലാം കണ്ട് നിന്നോട് പറയും. ഒളിവായിട്ടും തെളിവായിട്ടും രാവും പകലും മനസ്സിലോർക്കുന്ന കാര്യങ്ങൾ കൂടി സഞ്ജയൻ അറിയും. ഇവൻ്റെ ശരീരത്തിൽ ആയുധങ്ങൾ ഏൽക്കുകയില്ല. ഇവന് തളർച്ച ബാധിക്കുകയുമില്ല. രാജാവേ, ഇതെല്ലാം യോഗമാണ്. ഇതിൽ നീ ദുഃഖിക്കരുത്. ധർമ്മം എവിടെയോ അവിടെയാണ് ജയം.